നമസ്കാരം. സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. സിപിഎമ്മിലെ പ്രായപരിധി ചർച്ചാ വിഷയമല്ലെന്ന് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ.പി. ജയരാജൻ. സംസ്ഥാന സമ്മേളനം ആരംഭിക്കാനിരിക്കവെയാണ് പ്രായപരിധിയുമായി ബന്ധപ്പെട്ട് ഇ.പി. ജയരാജൻ അഭിപ്രായം പറഞ്ഞത്. ഇളവ് ഒരാൾക്ക് എന്ന് പറയുന്നത് തെറ്റായ വ്യാഖ്യാനമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പൊതുവെ എടുക്കുന്ന നിലപാട് പുതിയ നേതൃശക്തികളെ ഉയർത്തിക്കൊണ്ടുവരിക എന്നതാണ്. അതിനുള്ള നടപടികൾ സ്വീകരിക്കും. അത് നിയമപരമായ പരിരക്ഷയുടെ ഭാഗമായിട്ടുള്ളതല്ല. ഈ വിഷയത്തിൽ സഹകരണ മേഖലയിലും നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെന്നും ഇ.പി. ജയരാജൻ മാധ്യമങ്ങളോട് പറഞ്ഞു. അത് ഒരാൾക്ക് വേണ്ടി എന്നുള്ളത് തെറ്റായിട്ടുള്ളൊരു ദുർവ്യാഖ്യാനമാണ്. പാർട്ടി എല്ലാ കാര്യങ്ങളും പരിശോധിച്ചുകൊണ്ടാണ് തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത്. പാർട്ടിയിൽ വളരെ സംതൃപ്തിയും സന്തോഷവും ഉണ്ടാകുന്ന പല തീരുമാനങ്ങളുമുണ്ട്. പക്ഷേ ചില രാഷ്ട്രീയ എതിരാളികൾക്ക് അവർ വല്ലാത്ത ഭയപ്പാടോടുകൂടി കാണുന്ന ചില സംഭവങ്ങളുണ്ട്, ചില പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ ഭാഗമായി അനാവശ്യമായിട്ടുള്ള ചർച്ചകളൊക്കെ ഉണ്ടാക്കാൻ ബോധപൂർവമായിട്ടുള്ള ചില ശ്രമങ്ങളുണ്ട്. അതുകൊണ്ടിത് ഒരാൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല. കേഡർ പാർട്ടി എന്ന് പറയുന്നതും ഈ നിങ്ങൾ ഉയർത്തിയിരിക്കുന്ന വ്യാഖ്യാനവും തമ്മിൽ ഒരു ബന്ധവുമില്ലാത്തതാണ്. ഞാനീ പറഞ്ഞ പ്രായപരിധിയൊന്നും ഇപ്പോഴത്തെ ഒരു ചർച്ചാ വിഷയമേ അല്ല. അതെല്ലാം അതാത് പാർട്ടി കമ്മിറ്റികൾ പരിശോധിച്ച് തീരുമാനിക്കേണ്ട ഘട്ടമാണ് ഉണ്ടാക്കുക. പാർട്ടി സമ്മേളനങ്ങളിൽ പുതിയ കമ്മിറ്റികൾ വരുമ്പോൾ ആ കമ്മിറ്റിയെ സംബന്ധിച്ച് ആ ഘട്ടത്തിലാണ് ആലോചിക്കുക. അല്ലാതെ മുൻകൂട്ടി ഇന്നാൾ കമ്മിറ്റിയിലുണ്ടാകും, ഇന്നാൾ കമ്മിറ്റിയിലുണ്ടാവില്ല, ഇന്നാൾ സെക്രട്ടറി ആയിരിക്കില്ല, ഇന്നാൾ കളവ് കൊടുക്കില്ല, ഇങ്ങനെയുള്ളൊരു നിലപാടൊന്നും പാർട്ടിക്കില്ല. സഹകരണ മേഖലയിൽ ഒരാൾ തന്നെ പ്രസിഡന്റായി വരുന്നത് അതിന്റെ പ്രവർത്തന രംഗത്ത് ആക്ഷേപങ്ങൾക്ക് ഇടയാക്കും. ചുമതലകൾ നിർവഹിക്കാൻ കഴിയുന്ന ഒരു പുതിയ നേതൃനിര തന്നെ വളർന്നു വരുന്നുണ്ട്. കേരള ജനത ഇന്ന് വിദ്യാസമ്പന്നരാണ്. അതുകൊണ്ട് പുതിയ തലമുറയിലുള്ളവരെ ഉയർത്തിക്കൊണ്ടുവന്ന് നേതൃരംഗത്തേക്ക് ഉയർത്താനും പൊതുസമൂഹത്തിന് ഊർജ്ജം നൽകാനുമുള്ള പ്രായോഗിക സമീപനം എന്ന നിലപാടിലാണ് പാർട്ടി കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്നും ഇ.പി. ജയരാജൻ മാധ്യമങ്ങളോട് പറഞ്ഞു.